തെരഞ്ഞെടുപ്പ് ഗോതയിൽ വമ്പൻ പ്രചാരണ തന്ത്രങ്ങൾ തീർക്കാനിറങ്ങിയ UDF ക്യാമ്പിന് തുടക്കം തന്നെ പാളി. സ്വകാര്യ സൗഹൃദത്തെ രാഷ്ട്രീയ നേട്ടമാക്കാമെന്ന കണക്കുകൂട്ടലിൽ രമേശ് പിഷാരടി നീങ്ങിയപ്പോൾ അതിന് പിന്തുണ നൽകാൻ മെഗാസ്റ്റാർ തയ്യാറായില്ല. പാർട്ടിയുടെ ശക്തിയല്ല, താരങ്ങളുടെ തിളക്കമാണ് ആശ്രയമെന്ന രീതിയിൽ നീങ്ങുന്ന UDFന്റെ ഗതികേടിന്റെ രാഷ്ട്രീയമാണെന്ന് പറയാതെ വയ്യ. മമ്മൂട്ടിയെ വേദിയിലെത്തിച്ച് തരംഗം സൃഷ്ടിക്കാമെന്ന പ്രതീക്ഷകൾ എന്തായാലും അസ്ഥാനത്തെ പാളി. പിഷാരടിയുടെ യഥാർത്ഥ രാഷ്ട്രീയ ബലം എത്രമാത്രമുണ്ടെന്ന് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇനി രാഷ്ട്രീയ കേരളം. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉറ്റ സുഹൃത്തും അതിവിശ്വസ്തനുമായ രമേശ് പിഷാരടിക്കായി വോട്ട് ചോദിക്കാൻ മെഗാസ്റ്റാർ എത്തില്ല എന്ന കാര്യം തീരുമാനമായി. CPM ഉന്നത നേതൃത്വത്തിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് മമ്മൂട്ടിയുടെ ഈ പിന്മാറ്റത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കോൺഗ്രസ് വേദികളിൽ താൻ സജീവമാകില്ലെന്ന് മമ്മൂട്ടി CPM നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിച്ചതായും വിവരമുണ്ട്. രമേശ് പിഷാരടിയും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം സിനിമയ്ക്കപ്പുറം കുടുംബപരമാണ്. മമ്മൂട്ടിയുടെ നിഴലായി എല്ലാ വേദികളിലും പിഷാരടി ഉണ്ടാകാറുമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പിഷാരടി ചുവട് വെച്ചതോടെ ഈ സൗഹൃദത്തിനു മേൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നിഴൽ വീഴ്ത്തിയെന്ന് പറഞ്ഞാലും തെറ്റില്ല. മമ്മൂട്ടിയെ കോൺഗ്രസ് വേദിയിലെത്തിച്ച് വൻ പ്രചാരണം നടത്താമെന്ന UDF കേന്ദ്രങ്ങളുടെ കണക്ക് കൂട്ടലുകൾക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത്. CPM ചാനലായ കൈരളിയുടെ ചെയർമാൻ കൂടിയാണ് മമ്മൂട്ടി. കൈരളി TV ചെയർമാൻ കൂടിയായ മമ്മൂട്ടി ഇടത് ക്യാമ്പുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ്. മമ്മൂട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി രംഗത്തിറങ്ങുന്നത് ഇടതു മുന്നണിക്ക് രാഷ്ട്രീയമായി വലിയ ക്ഷീണമുണ്ടാക്കുമെന്നാണ് CPM വിലയിരുത്തുന്നത്. ഇതേ തുടർന്ന് പാർട്ടിയിലെ ചില ഉന്നത നേതാക്കൾ മമ്മൂട്ടിയുമായി നേരിട്ട് സംസാരിച്ചതായും വിവരമുണ്ട്. പാർട്ടിയുമായുള്ള ബന്ധം കണക്കിലെടുത്ത് കോൺഗ്രസ് വേദികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മമ്മൂട്ടി തീരുമാനിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പിഷാരടി ചുവട് വെച്ചതോടെ അദ്ദേഹത്തിനായി മമ്മൂട്ടി രംഗത്തിറങ്ങുമെന്നായിരുന്നു UDF ക്യാമ്പുകളുടെ വലിയ പ്രതീക്ഷ. മെഗാസ്റ്റാറിന്റെ സാന്നിധ്യം മണ്ഡലത്തിൽ തരംഗമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞതോടെ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. മമ്മൂട്ടിയുടെ വിട്ടുനിൽക്കൽ പിഷാരടിയുടെ പ്രചാരണത്തിന് ലഭിക്കുമായിരുന്ന ആവേശം പകുതിയായി കുറയ്ക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. CPMലെ അധികായരായ നേതാക്കളുമായി മമ്മൂട്ടി പുലർത്തുന്ന വ്യക്തിബന്ധവും പ്രശസ്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മറ്റു മന്ത്രിമാരുമായും താരം നിരന്തരം ആശയവിനിമയം നടത്താറുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുന്നത് പാർട്ടിയുമായുള്ള ദീർഘകാല ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്ന് മമ്മൂട്ടിക്കറിയാം. പാർട്ടിയുടെ വികാരം മാനിച്ചാണ് താരം പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. മമ്മൂട്ടി വിട്ടുനിൽക്കുന്നതോടെ പിഷാരടിക്ക് സ്വന്തം നിലയിലുള്ള കരുത്തും തെളിയിക്കേണ്ടി വരും. സിനിമയിലെ മറ്റു താരങ്ങൾ അദ്ദേഹത്തിനായി രംഗത്തെത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മെഗാസ്റ്റാർ കൂടെയില്ലെങ്കിലും പിഷാരടിയുടെ വ്യക്തിപരമായ സ്വാധീനവും അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയും വോട്ടർമാരെ ആകർഷിക്കുമെന്ന് UDF പ്രത്യാശിക്കുന്നുണ്ട്. മമ്മൂട്ടി നേരിട്ടെത്തിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനുഗ്രഹം പിഷാരടിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഗ്ലാമർ താരങ്ങൾ വോട്ട് ചോദിക്കുന്നത് എന്നും നിർണായകമാണ്. അതിനുള്ള യോഗം പിഷാരടിക്ക് എന്തായാലുമില്ല.